ഹേ കൃഷ്, നമ്മളെ ഇന്ത്യയിലെ പിള്ളേർക്ക് മതസൗഹാർദ്ദം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എന്നാന്ന് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇതെന്നാ തമിഴ്നാട്ടിലെ അമ്പലം വല്ലതാണോ? ഇതെന്നാ ദണ്ഡകല? കുരിശ? എന്തൊരു ഒത്തൊരുമയാണല്ലേ. അതെ അതെ. ഹേ കൃഷ്, മിസ്റ്റർ ജീസസ്, താൻ എന്നെ തോപ്പിച്ചത് എന്തൊപ്പിച്ചെന്ന്? അല്ല, പോലീസ് കേസ് ആവാൻ മാത്രം. പോലീസ് കേസാ? എന്ത് പോലീസ് കേസ്? എന്നതോ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എനിക്കറിയാമയ്യാഞ്ഞിട്ട് ചോദിക്കുക, തനിക്ക് ഇതിൽ നിന്നൊക്കെ എന്നാ കിട്ടുന്നത്? ഒരു സുഖം, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ കൃഷ്. ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ ഇവിടെ പോയി? ഇനി വല്ല ബെസ്റ്റീസിനെയും കാണാൻ പോയി കാണാം. അല്ല, ഞാൻ ശോഭയാത്ര കാണാൻ പോയതാ. ആഹാ, താൻ വന്നോ? എന്ത് പറ്റി ഇത്ര നേരത്തെ എഴുന്നള്ള? അവിടെ എന്നെ പോലെ വേഷം കിട്ടി ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാരും അടിച്ചു പൊളിക്കുക. അത് ശരിയാ, ഇന്ന് തന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ, പിള്ളേരല്ലേ ഹീറോസ്. ക്രിസ്മസ് ഈ വർഷം ഡിസംബർ 25 തന്നെയല്ലേ? ബർത്ത്ഡേ ആയിട്ട് ഒന്നും ഇല്ലയോ? പാൽപ്പായസം ഉണ്ട്. പായസോ? കടിച്ചു പറിക്കാൻ ഒന്നുമില്ല? കടിച്ചു പറിക്കാൻ അപ്പുറത്തൊരു ശ്വാനം നിപ്പുണ്ട്, വിളിക്കട്ടെ? വേണ്ട, ഒരു ഗ്ലാസ് പായസം ഇട്ടു കുടിക്കട്ടെ. ഇക്കേക്കൂടെ വിളി. ഹേ കൃഷ്, എനിക്കൊരു ഡൗട്ട്. മനസ്സിലായി. പരശുരാമൻ മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കുന്നതിന് മഹാബലി എങ്ങനെ കേരളം ഭരിച്ചെന്നല്ലേ? അല്ല. ഓണത്തിന് ഞാനല്ല, മഹാബലി സ്റ്റാർ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാനല്ലേ? അതുമല്ലേ. പിന്നെന്നതാ? അല്ല, ഈ ഓണത്തിന് സദ്യക്ക് പാൽപ്പായസമാണോ അടപ്രഥമനാണോ നല്ലത്? അത് പാൽപ്പായസം ഇഷ്ടമുള്ളവർക്ക് പാൽപ്പായസം, പ്രമദൻ ഇഷ്ടമുള്ളവർക്ക് പ്രഥമൻ. തനിക്ക് ഏതാ ഇഷ്ടം? അത് ഈ ഹോൾ വേൾഡിനറിയാം. സത്യം പറയൂ, പരശുരാമ മഴ അറിയുന്നതിന് മുമ്പ് എങ്ങനെയാ മഹാബലി കേരളം ഭരിച്ചെന്നറിയാൻ തന്നെ ജീവിതം വന്ന് മനസ്സിലായി അല്ലേ? തന്നെ എനിക്കറിഞ്ഞൂടെ, താൻ തന്നെ വ്യാസംപ്രയോട് അങ്ങ് ചോദിച്ചാൽ മതി. ഇതൊക്കെ ആരുടെ ഇതൊക്കെ പടച്ചു വിടുന്നത്? ഹേ കൃഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? വീഞ്ഞൊക്കെ കുടിച്ചോ? തനിക്കിതെന്താ പറ്റി? ഒന്നുമില്ല. അല്ല, എനിക്കൊരു ഡൗട്ട്. എന്നാ? ഈ വൃന്ദാവനം കണ്ടെത്തിയത് ആരാ? താനും ആ റീല് കണ്ടല്ലേ? അത് കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്തോ അവന്മാരുടെ പേര്? അഭിഷേകും കിച്ചൂസ് ദേവൻസും. അവന്മാരുടെ ശല്യം മാത്രമേ ഉള്ളായിരുന്നു പണ്ട്. ഇപ്പൊ നാട്ടുകാർ മൊത്തം ഇറങ്ങിയേക്കുക. അത് ശരിയാ. അതിരിക്കട്ടെ, താനെന്തിനാ ബർസാനിക്ക് ഒരുപാട് സഹായം ചെയ്തത്? ഒന്ന് പോടോ, ഓരോ റീലും കണ്ട് വന്നോളൂ. തന്റെ റീലും ഇറങ്ങോടോ ഇതുപോലെ. എന്നാലും ആ കൊച്ചു സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും. ഏത് കൊച്ച്? മറ്റേ വൃന്ദാവനം കണ്ടെത്തിയിട്ട് ദാനം തന്ന കൊച്ചില്ലേ? അതിനുശേഷം ആ രാധ എന്താ അരുളിയെന്ന് തനിക്കറിയാവോ? മറ്റേ ഫർസാനയുടെ കാര്യമല്ലേ? അതല്ല, സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലേ? ഫ്ലാഷ് ബാക്ക്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണല്ലേ. താൻ വിഷമിക്കണ്ട, തനിക്ക് മറ്റേ ഫർസാന ഇല്ലേ? ഏത് ഫർസാന? താൻ പണ്ട് സഹായിച്ചില്ലേ, ഫർസാന. ഫർസാന അല്ലടോ, ബർസാന. ഒരു സ്ഥലത്തിന്റെ പേരാ. ഒരു റീലും കണ്ട് വന്നോളൂ. ഹേ കൃഷ്, എനിക്കൊരു ഡൗട്ട്. ഈ 16,000 അതല്ല എന്നാ ചോദിച്ചു? ഈ പ്രേതങ്ങൾക്കാണോ നമുക്കാണോ ഫാൻസ് കൂടുതൽ? അതിപ്പോ ഇത്ര ചോദിക്കാൻ എന്തുവാ? പ്രേതങ്ങൾക്ക് അതന്നെ, നമ്മളല്ലേ ഈ സർവ്വചരാചരങ്ങളെല്ലാം. ഒരു ചരാചരവും ഇല്ല. സപ്പോസ് ഒരുത്തൻ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു വരുന്നു. കുറ്റാക്കൂരിട്ട് അടുത്തെങ്ങും ആരുമില്ല. പെട്ടെന്ന് അവൻ്റെ മുന്നിലോട്ട് ഇതവൻ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും, പേടിക്കുകയും ചെയ്യും. ഇനി ഇതേ അവൻ പട്ടാപ്പകല് കടപ്ര ജംഗ്ഷൻ കൂടെ നടന്നു വരുന്നു. അപ്പോൾ ഒരു മരച്ചൂട്ടിൽ യേശുവും കൃഷ്ണനും കൂടെ ചായ ഒക്കെ കുടിച്ച് നിൽക്കുന്നതായിട്ട് അവൻ കണ്ട്. ഇതവൻ വേറൊരുത്തനോട് പറഞ്ഞു. അവൻ വിശ്വസിക്കൂ? ആര് വിശ്വസിക്കാൻ? പിള്ളേരെടുത്തിട്ട് ട്രോളും. അത്രേ ഉള്ളു അല്ലേ? ഹേ കൃഷ്, പറ. തന്നോട് ഈ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എന്താ? താനീ പാട്ടൊന്നും കേട്ട് നോക്കിക്കേ. അല്ല, തനിക്ക് ഈ പടത്തിലൊക്കെ നീല കളറ്, സിനിമയിലാണ് കറുപ്പ്, ഇപ്പൊ ഞാൻ കാണുന്ന വേറൊരു കളറും. തനിക്ക് ശരിക്കും എന്താ കളറ്? യു ആർ ആസ്കിംഗ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇത് പഴയ കവികൾ എഴുതിയല്ലേ. പുതിയ പിള്ളേർ വരട്ടെ. പുതിയ പിള്ളേരല്ലേ? എന്നാ തന്നെ ഇതൊന്ന് കേട്ട് നോക്ക്. അപ്പൊ ഇതോ? കുറച്ച് സ്പീഡ് കൂടുതലാന്നേ ഉള്ളൂ, വരിയൊക്കെ കറക്റ്റാ. നമുക്കൊക്കെ പിന്നെ സ്റ്റാൻഡേർഡ് സോങ്സ് ഉണ്ട് കേട്ടോ. എന്നിട്ട് എന്താ, ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ കരോളെന്നും പറഞ്ഞ് യുവമാരൻ ഇതെല്ലാം നശിപ്പിച്ചോളൂ. അതിരിക്കട്ടെ, ഇപ്പൊ 1 ലിറ്റർ അമൃതത്തിന് എന്താ വില? ജീസസ്. യെസ്, പറയൂ. താൻ പുതിയ സിം എടുത്തു? സിമ്മോ? എന്തിന്? അല്ല, താൻ ആളുകളെ ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. ഏത് ഫോൺ? ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. കർത്താവ് എന്നോട് സംസാരിച്ചതാ.
ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. യവന്മാരെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ. താമ്പിയെ മലയാളമാണ് പഠിച്ചതെന്ന് അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല. പൊക്കോണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കോൾ ചെയ്തെന്ന് വരെ പറഞ്ഞുണ്ടാക്കുമല്ലോ. തനിക്ക് എന്തായാലും സമാധാനമായല്ലോ. ഹേ കൃഷ്, എല്ലാരും ചോദിക്കുന്നു. ചോദിക്കട്ടെ. എന്താണ് എല്ലാരും ചോദിക്കുന്നതെന്ന് എന്താ ചോദിക്കാത്തെ? എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ തന്നെ ചോദിക്കുന്നത്. ഓ, താൻ അങ്ങോട്ട് നോക്ക്. എല്ലാരും 2025 അടിപൊളിയാകുമെന്നാ ചോദിക്കുന്നത്. ഇത് തന്നെ എന്നോട് കേടും എല്ലാരും ചോദിക്കുന്നത്. ആണോ? അതന്നെ. അതൊരു വർഷം തുടങ്ങുമ്പോൾ എല്ലാരും അങ്ങനെ ചോദിക്കും, ആ വർഷം നന്നാകുമെന്ന്. അപ്പൊ താൻ എന്നാ പറയും? എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. അത് മോഹൻലാൽ. ഞാൻ പറയുന്നത് സംഭവിച്ചതെല്ലാം ഗുഡിന്. നീ സംഭവിക്കാൻ പോകുന്നതോ ഗുഡിന്.